വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം. അനന്തമായ കാലപ്രവാഹത്തിൽ ഈ പ്രപഞ്ച നദിയിൽ എപ്പോഴോ ഒഴുകി വന്ന പാഴ്ത്തടി കഷണങ്ങളാണ് നമ്മൾ. ഒഴുകിത്തീരാത്ത നദിയുടെ ആയുസ്സും ഇടവേളയിൽ എപ്പോഴോ കുറച്ചു സമയം ഈ ഒഴുക്കിൽപ്പെടാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ ആയുസ്സും തമ്മിൽ തുലനത്തിന് അർഹതയില്ലാത്ത വിധം ശുഷ്കമാണ്. എന്നിട്ടും മൂഢരായ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഈ നദിക്ക് അവകാശികളെന്ന്, ഈ ഒഴുക്ക് നമ്മുടെ സ്വന്തം ശക്തിയാലെന്ന്. സ്വരുക്കൂട്ടി വെച്ചതൊക്കെയും ദിശ തെറ്റി ചുഴിയിൽ പതിച്ചു പോകും വരെ നമ്മിലാരും ഈ സത്യം തിരിച്ചറിയുന്നില്ല. അറിയിക്കാൻ നമുക്ക് മുമ്പേ ഒഴുകിയവർ ഇട്ടിട്ടുപോയ അടയാളവാക്യങ്ങളിൽ നമ്മുടെ കണ്ണ് പതിയുന്നുമില്ല. നാം ഒന്നും അറിയാതെ വെറുതെ ഒഴുകി തടഞ്ഞും തിരിഞ്ഞും പുളഞ്ഞും എപ്പോഴോ നദീമുഖത്തു നിന്ന് ആരുമറിയാതെ അപ്രത്യക്ഷമാകുന്നു. ഈ ക്ഷണിക യാത്രയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എല്ലാം പൂർവ്വനിശ്ചിതമാണ്. ഒഴുക്കിനൊത്ത് കഴിയും ദൂരം സഞ്ചരിക്കുകയെന്ന നിശ്ചയം മാത്രമാണ് നമുക്കായി അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതിലും ദിശ നമ്മളല്ലല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ എന്തു ജീവിതം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതാണ് ജീവിതം എന്നേ ഇതിനർത്ഥമുള്ളൂ. ഇന്നിവിടെ വായിക്കുന്നതൊക്കെയും ശ്രദ്ധയോടെ കേൾക്കാനും കേട്ടതിനെയൊക്കെ നന്നായി മനനം ചെയ്യാനും മനനം ചെയ്തതിനെയൊക്കെ നന്നായി ഉള്ളിലാകാനും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വിഷയങ്ങളിലേക്ക് കടക്കാം. 2022 ഏപ്രിൽ മാസത്തിലെ ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ എഡിറ്റോറിയൽ, സത്ചിന്ത എന്നിവയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജി കൃഷ്ണൻ സാർ എഴുതിയ എഡിറ്റോറിയൽ മനുഷ്യനാകാൻ മനുഷ്യത്വം മതി എന്നതാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. മനുഷ്യനെന്ന പദത്തിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ്. ശ്രവണം, ശ്രദ്ധ, മനനം, നിധിധ്യാസം എന്നിവ ജീവിവർഗത്തിൽ മനുഷ്യന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രമേ സ്വന്തം ഹൃദയമന്ത്രം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധയോടെ ആവണം ശ്രവണം. എന്നാൽ ആധുനിക മനുഷ്യന് അവനവൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും മാത്രമേ ചിന്തയുള്ളൂ. മനസ്സ് എപ്പോഴും പുറത്തേക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ പുറത്തുനിന്ന് അകത്തേക്ക് ഒന്നും കടന്നു ചെല്ലാൻ അനുവദിക്കുന്നില്ല. അവനവൻ്റെ കടമയും ധർമ്മവും എന്തെന്ന് അറിയാതെ പോകുന്നത് ഇതുകൊണ്ടാണ്. അതുതന്നെയാണ് ശ്രദ്ധയും ശ്രവണവും തീരെ കുറയുന്നതിൻ്റെയും കാരണം. സ്വന്തം ആവശ്യം എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ആവശ്യമാണ്, അല്ലാതെ ആത്മാവിൻ്റെ ആവശ്യമല്ല. നശിച്ചു പോകുന്ന മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളുമാണ് ലോകർക്ക് പ്രധാനം. നശിക്കാത്ത ആത്മാവിനെക്കുറിച്ച് ശ്രദ്ധയില്ല. അതിനാൽ പലർക്കും ജീവിതമെന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയും ആശങ്കയും നിറഞ്ഞതാണ്. ധാർഷ്ട്യവും ഹുങ്കുമാണ് അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അസംതൃപ്തമായ മനസ്സുമായി
സുഖം തേടി അലയുകയാണ് മനുഷ്യൻ. ഒന്നിലും ഒരിടത്തും സുഖം കണ്ടെത്താൻ അവന് സാധിക്കുന്നില്ല. സംതൃപ്തമായ കുടുംബ ബന്ധങ്ങൾ പോലും സൂക്ഷിക്കാനാവാത്ത ഒരാൾക്ക് ലോകത്തോട് ഒന്നുചേരാൻ സാധിക്കുന്നതെങ്ങനെ? സ്വയം തൃപ്തി നുകരാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ തൃപ്തരായിരിക്കാൻ അനുവദിക്കുകയുമില്ലെന്ന അവസ്ഥയിലാണ് ലോകത്തിൻ്റെ പോക്ക്. അശാന്തമായ ഈ ലോകവ്യവസ്ഥയ്ക്ക് ശരിയായ പരിഹാരമാണ് ആധ്യാത്മികത. എന്നാൽ അതേക്കുറിച്ച് പറയുന്നത് പോലും മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് പിടിക്കില്ല. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നവർ പോലും ആധ്യാത്മികത എന്നാൽ ദഹിക്കുന്ന വിഷയമല്ല. അവനവൻ്റെ ആവശ്യം സ്വയം സാധിക്കാൻ അശക്തനാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ സപ്പോർട്ട് നേടുക എന്ന ഉദ്ദേശം മാത്രമാണ് മഹാഭൂരിഭാഗത്തിൻ്റെയും ആരാധനാ രഹസ്യം. ബാഹ്യലോകത്ത് കാര്യം കാണാൻ പണവും ദ്രവ്യവും ചിലവിടുന്ന ലാഘവത്തോടെയാണ് ആരാധനാ കേന്ദ്രങ്ങളിൽ സംഭാവനയും വഴിപാടുകളും നൽകുന്നത്. വിശ്വാസത്തിൻ്റെ പേരിൽ ഭൗതികമായ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നതിനപ്പുറം ദൈവവുമായി യാതൊരു ബന്ധവും മനുഷ്യൻ പുലർത്താൻ തയ്യാറാകുന്നില്ല. എവിടെ ചെന്നാലും എല്ലായിടത്തു നിന്നും സ്നേഹവും പരിഗണനയും കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും നമ്മളോട് നന്നായി പെരുമാറണം. നമ്മുടെ കുഴപ്പങ്ങളും കുറവുകളും മറ്റുള്ളവർ സന്മനസ്സോടെ സഹിച്ച് നമുക്കുള്ള ആവശ്യങ്ങൾ സാധിച്ചു തരണം. അല്ലാതെ നാം മറ്റുള്ളവരോട് അരുളും അൻപും അനുകമ്പയുമായി സഹാനുഭൂതിയോടെ പെരുമാറണം എന്ന നിലപാടില്ല. സ്നേഹം നിറഞ്ഞ ഡ്രൈവർ, കണ്ടക്ടർ, മുറുക്കാൻ കടക്കാരൻ, മലക്കറിക്കാരൻ, തൊഴിലുടമ, വർക്ക്ഷോപ്പുകാരൻ, ഹോട്ടൽ ബോയ് എന്നിങ്ങനെ ചുറ്റുപാടുമുള്ള എല്ലാവരെക്കുറിച്ചും നമുക്ക് നല്ല സങ്കല്പമുണ്ട്. എന്നാൽ ഞാനും മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ തന്നെ ആവണം എന്ന കാര്യത്തിൽ മാത്രം എതിരഭിപ്രായമാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അത് എല്ലാവരും സഹിച്ചു കൊള്ളണം എന്നതാണ് ഭാവം. നീ കൊടുത്താലേ നിനക്ക് കിട്ടൂ എന്നത് അറിയില്ല. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം നമുക്ക് ഈ അവകാശവാദം പറയാനുണ്ട്. സ്വന്തം കർത്തവ്യത്തെക്കുറിച്ച് മാത്രം ഒന്നും ഓർക്കാനുമില്ല, പറയാനുമില്ല. ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവകാശം ഇവിടെ ജീവിക്കാൻ ലഭിച്ച അവസരമാണ്. അതോടെ ലോകം ഇങ്ങോട്ട് തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു. ഇനി ലോകത്തിന് തിരികെ കൊടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള ശ്രദ്ധയോടെ ജീവിക്കണം. ആ ശ്രദ്ധ എത്രത്തോളം ആവണമെന്ന് അനുകമ്പാ ദശകത്തിൽ ഗുരു മൊഴിയുന്നുണ്ട്. ഒരു എറുമ്പിനു പോലും പീഡയുണ്ടാവാത്ത വിധമുള്ള ശ്രദ്ധയാണ് വേണ്ടത്. കാൽ കീഴിൽ ഞെരിഞ്ഞമരുന്ന ഒരു എറുമ്പ് കരഞ്ഞാൽ അതു കേൾക്കാനുള്ളത്ര ശ്രവണം വേണം. ലോകത്തിൻ്റെ ശാന്തിയും സമാധാനവും താൻമൂലം നഷ്ടമാവരുത് എന്ന മാനദണ്ഡത്തിൽ വേണം സ്ഥിതിഗതികൾ മനനം ചെയ്യാൻ. ആരിൽ നിന്നും എനിക്ക് ഒന്നും കിട്ടാനില്ല, എല്ലാവർക്കും കൊടുക്കാനേ ഉള്ളൂ എന്ന് വന്നാൽ അവനവനിസം നശിക്കും. നമ്മൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറും. ആ അവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് എല്ലായിടത്തു നിന്നും സ്നേഹവും പരിഗണനയുമൊക്കെ ഒഴുകി വരുന്നത്. നിന്നെ പരിഗണിക്കുന്നവരെ അല്ലേ നീ സ്നേഹിക്കൂ. അപ്പോൾ സ്വയം സ്നേഹിക്കപ്പെടാൻ മറ്റുള്ളവരെ പരിഗണിച്ചേ തീരൂ. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപചയകർമ്മം അവനു വേണ്ടി മാത്രം എന്ന ഗുരുവാക്യം മറക്കാതിരിക്കണം. നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെല്ലാം ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ മനനം ചെയ്യണം. അപ്പോൾ അപചയകർമ്മങ്ങളുടെ അളവ് കണ്ടെത്താൻ സാധിക്കും.
അവനിവൻ എന്ന ഭേദം ഇല്ലാത്തതാണെന്ന് പറഞ്ഞു തരാൻ അധ്യാത്മവിദ്യയ്ക്ക് മാത്രമേ സാധിക്കൂ. എല്ലാം അവനിയിൽ ആദിമമായ ആത്മരൂപമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ആത്മസുഖത്തെ കരുതി ചെയ്യുന്നത് അന്യർക്കുകൂടി സുഖപ്രദമായിരിക്കണമെന്ന് ഗുരു ഉപദേശിക്കുന്നത്. ഇത്തരം പുനർവിചിന്തനങ്ങൾക്ക് സഹായിക്കുന്ന ദർശനങ്ങളാണ് എല്ലാ മതങ്ങളിലും ദാർശനിക ചിന്തകളിലും അടങ്ങിയിരിക്കുന്നത്. എന്നാൽ അവ പ്രചരിപ്പിക്കുന്ന മതങ്ങളാവട്ടെ അവരുടെ വിശ്വാസികളെ മാത്രം സഹോദരങ്ങളായി കാണുകയും മറ്റൊരു മതത്തിൻ്റെ വിശ്വാസിയെ ശത്രുവായി കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. മതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഈ അയിത്തവും വേർതിരിവും പ്രകടമായിരിക്കുന്നു. ഭൂമിയെക്കുറിച്ച് പഠിപ്പിക്കാൻ പ്രൈമറി ക്ലാസ്സിൽ ഗ്ലോബ് കാണിച്ചു തരുന്നു. ഭൂമിയെ അറിയാൻ ഒരു ഉപാധി മാത്രമാണത്. ഗ്ലോബല്ല ഭൂമി. പുറം ലോകത്തേക്ക് പരന്നു കിടക്കുന്ന ശ്രദ്ധയെ അകത്തേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഉപാധിയാണ് ആരാധന. വിഗ്രഹം, പുസ്തകം, വചനം എന്നിവകളെല്ലാം ഉപാധികൾ മാത്രമാണ്. ഇവയല്ല ദൈവം. മതം ദൈവാരാധനയുടെ സംഘടിതമായ ഉപാധിയാണ്. അപ്പോൾ ദൈവം മതത്തിൽ ഇരിക്കുന്നതല്ല. അതുപോലെ കാണണം ജനാധിപത്യത്തെ. ജനാധിപത്യ സംവിധാനം മുന്നോട്ടു കൊണ്ടുപോകുന്ന ഭരണക്രമം നടപ്പാക്കാൻ സ്വീകരിച്ച ഉപാധി മാത്രമാണ് കക്ഷി രാഷ്ട്രീയം. രാഷ്ട്രീയമല്ല ഭരണം. രാഷ്ട്രീയമല്ല ജനാധിപത്യം. മനുഷ്യർക്കു വേണ്ടിയാണ് മതവും ആരാധനയും ജനാധിപത്യ ഭരണവുമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇവയ്ക്കു വേണ്ടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ എന്നാൽ മനുഷ്യത്വമുള്ളവനാണ്. രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും മതസ്ഥനായിരിക്കുമ്പോഴും വ്യക്തിയായിരിക്കുമ്പോഴും ഈ യാഥാർത്ഥ്യം മറന്നു പോകരുത്. മനുഷ്യത്വമാണ് നമ്മെ ജീവിപ്പിക്കുന്നതും ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ ഉതകുന്നതുമായ ഏകമൂല്യം. എഡിറ്റോറിയൽ ഇവിടെ തീരുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് സത്ചിന്ത എന്താണെന്ന് നോക്കാം. ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ചോദ്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല. സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യേണ്ടതുമില്ല. അതിനൊക്കെ സമയം കളഞ്ഞു നടക്കുന്നവരെല്ലാം നല്ല മനസ്സിന് ഉടമകളാകുന്നതായി കാണുന്നുമില്ല. പിന്നെ ഇതിനൊക്കെ എന്തിന് സമയം കളയണം? ഇതിനുള്ള മറുപടി എന്താണെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റാൽ പല്ലു തേച്ചാലേ വായ ശുചിത്വമുള്ളതാകൂ. കുളിച്ചാലേ ദേഹശുദ്ധി വരൂ. അതുപോലെ കഴുകിയാൽ മാത്രം വൃത്തിയാകുന്ന ഒരു വസ്തുവാണ് മനസ്സ്. എൻ്റെ മനസ്സ് ശുദ്ധമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശുദ്ധമാകണമെന്നില്ല. മനസ്സ് നല്ലതും ചീത്തയും കാര്യങ്ങൾ ഒരുപോലെ പൊന്തി വരുന്ന ഒരിടമാണ്. ശരീരം പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ വയ്യെങ്കിലും മനസ്സും ജഡമാണ്. ജഡമായാൽ അഴുക്കു പുരളും. കാണാവുന്ന വസ്തുക്കൾ നമുക്ക് കൈകൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ വൃത്തിയാക്കാം. എന്നാൽ കാണാൻ കഴിയാത്ത സൂക്ഷ്മദേഹങ്ങൾ എങ്ങനെ വൃത്തിയാക്കും? പലതരം ജീവിത വ്യവഹാരങ്ങളിൽ ഓരോന്നു ചിന്തിച്ചു കൂട്ടി അഴുക്കാകുന്ന മനസ്സുമായി ജീവിക്കുന്തോറും മൂഢത്വം വന്നു നിറഞ്ഞുകൊണ്ടേയിരിക്കും. കുറെ കഴിയുമ്പോൾ നല്ല ഒരു ചിന്ത പോലും മനസ്സിൽ ഉദിക്കില്ല. തന്നെക്കുറിച്ച് മാത്രം പറഞ്ഞും വ്യവഹരിച്ചും ഇരിക്കും. തൻ്റെ ദുഃഖങ്ങൾ, ഇല്ലായ്മകൾ എന്നിവ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ലഹരി ഉപയോഗത്തിലേക്കും ദുർമാർഗത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. അതിനാൽ മനസ്സു കഴുകിയേ തീരൂ. മനസ്സു കഴുകാനുള്ള വ്യത്യസ്തങ്ങളായ ഡിറ്റർജൻറ്റുകളാണ്
നല്ല ചിന്ത ഉണർത്തുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ഭക്തിപൂർവം നന്നായി പ്രാർത്ഥിക്കുക, എന്നും സജ്ജനങ്ങളുമായി സമ്പർക്കത്തിലിരിക്കുക, അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക എന്നതെല്ലാം. അപ്പോൾ ദിവസവും പല്ലു തേക്കുകയും കുളിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്രാർത്ഥനയും ജപവും സദ്ഗ്രന്ഥ പാരായണവുമെല്ലാം. അവയൊക്കെ ഉപേക്ഷിക്കാൻ തോന്നുന്നതും എന്തിനാണിതൊക്കെ എന്ന് ചിന്തിക്കുന്നതും മനസ്സിൽ അഴുക്കു കലരുന്നതിൻ്റെ ലക്ഷണമാണ്. കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു കേൾക്കുന്നത് മദ്യപാനശീലമില്ലാത്ത ഒരുവന് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ മദ്യപാനിക്ക് അത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. അതുപോലെയാണ് പ്രാർത്ഥന, സദ്ഗ്രന്ഥ പാരായണം എന്നതൊക്കെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കുന്നവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മനസ്സ് ശുദ്ധമല്ലാത്തവർക്കും ശുദ്ധരെന്ന് നടിക്കുന്നവർക്കും സ്വാർത്ഥ ബുദ്ധികൾക്കും പക്ഷേ അവയോട് വിമുഖതയുണ്ടാകും. ഇനി ചോദ്യത്തിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, പ്രാർത്ഥനയും സദ്ഗ്രന്ഥ പാരായണവും ഉള്ളവരെല്ലാം നല്ല മനസ്സിന് ഉടമകളായി കാണുന്നില്ലല്ലോ എന്നതാണ്. ചില കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ദേഹപുഷ്ടി ഉണ്ടാകും. എന്നാൽ ചിലർക്ക് അതേപോലെ നല്ല ഭക്ഷണം എത്ര കൊടുത്താലും ദേഹം മെലിഞ്ഞു തന്നെയിരിക്കും. എന്തായാലും അത് ഭക്ഷണത്തിൻ്റെ കുഴപ്പമല്ല, വ്യക്തിയുടെ ശാരീരിക പ്രശ്നങ്ങളാണ്. എന്നുവെച്ച് ആഹാരം കൊടുക്കാതിരിക്കാമോ? അതും പറ്റില്ല. അതുപോലെ കണ്ടാൽ മതി പ്രാർത്ഥനയും ഗ്രന്ഥപാരായണം ഒക്കെ. എല്ലാവർക്കും അത് പൂർണ്ണമായി സ്വീകരിക്കാനുള്ള ആന്തരചോദന കാണില്ല. എന്നാൽ ആഭിമുഖ്യമാണ് പ്രധാനം. ഇന്ന് ഇത്രയും മാറിയെങ്കിൽ നാളെ എന്തുകൊണ്ട് ബാക്കി മാറിക്കൂടാ? സാധ്യതയുണ്ടല്ലോ. അതല്ലേ വലിയ ആശ്വാസം. ലോട്ടറി എടുക്കുന്നവർക്ക് അത് അടിച്ചെന്നും ഇല്ലെന്നും വരാം. എന്നെങ്കിലും അടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ലോട്ടറി എടുക്കാത്തവർക്ക് പ്രതീക്ഷയ്ക്ക് പോലും വകയില്ല. അതുകൊണ്ട് തള്ളിപ്പറയരുത് നന്മയുടെ വഴികളെ ഒന്നിനെയും. ഇതോടെ സത്ചിന്ത അവസാനിക്കുന്നു. ഇന്നത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.